ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ മൈ ലൈഫാട്ടോ ചെയ്യുന്നത്. ഞാൻ പത്തിരിയും പച്ചക്കായൻ്റെ പുഴുക്കും ഉണ്ടാക്കുക കേട്ടോ. പച്ചക്കായിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് അതിലേക്ക് പച്ചക്കായ കട്ട് ചെയ്തിട്ടാൽ നമ്മളെ കയ്യിൽ കറയൊന്നും ആവില്ല കേട്ടോ. ഉപ്പിട്ട വെള്ളത്തിലേക്ക് പച്ചക്കായ കട്ട് ചെയ്തിടുക. പച്ചക്കായയും വെല്ലുള്ളിയും 4 പച്ചമുളകും മഞ്ഞളും ഉപ്പും എല്ലാം കൂടി ഇട്ടതാണ് കേട്ടോ. അതിനൊന്ന് വേവാൻ വെക്കുക. പത്തിരി ഉണ്ടാക്കുന്ന ഇവിടെ നല്ല മഴയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനേ വയ്യ. ഞാൻ എഴുന്നേറ്റപ്പേ മഴയാണ്, നല്ല മഴയാണ്. 5 മണിക്ക് തുടങ്ങിയ മഴയാണ്, തീർന്നിട്ടില്ല. ഞാനെല്ലാം വേവാൻ വെച്ചു. പച്ചക്കായ് വെന്തിട്ടോ. അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ച് വെച്ചതാണത്. അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുവും വറ്റൽമുളകും കറിവേപ്പിലയും തൂമിച്ച് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ക്യാരറ്റ് കുറേ ഉണ്ടായിരുന്നു, അതിൻ്റെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും ഒരു വെല്ലുള്ളിയും 4 പച്ചമുളകും ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ കേട്ടോ. പെട്ടെന്ന് കഴിയേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താൽ പെട്ടെന്ന് കഴിയുമല്ലോ. രാവിലെ തൊട്ടേ എനിക്ക് ഒന്നാമത്തെ തലവേദന കൊണ്ട് വയ്യ കേട്ടോ. പെട്ടെന്ന് പണി തീർക്കാണ്. തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്തത്. എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ക്യാരറ്റല്ലേ, ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. വറ്റൽമുളക് ചതച്ചത് അതും ചേർത്തു. തോരൻ റെഡിയായി. ഇനി നമുക്ക് കായപ്പ വാളം പുളി ഒഴിച്ച് മുളകിടാം. കായപ്പ 2 തക്കാളി, ഒരു വെല്ലുള്ളി, 5 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ കടുക് പൊട്ടിച്ച് അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണോളം മുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ വെച്ചാൽ. പാവക്കയുടെ കയ്പ്പ് അറിയേയില്ല. ഉപ്പും ചേർക്കുക. വാളം പുളി കേട്ടോ, അത് പിഴിഞ്ഞ് ഒഴിക്കാം. ഞാനത് ഫുള്ളായിട്ടൊന്നും വെച്ചിട്ടില്ല, കുറച്ചാണ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി. ഇനി വെന്ത് നല്ലോണം കുറുകി വരണം. ഇനി ക്ലീനിങ്ങിൻ്റെ പരിപാടി കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യുന്നേരം ഫെനോയിലല്ല ഉപയോഗിക്കാറ്. ചെറിയ സോപ്പ് ഉണ്ടാവില്ലേ, നമ്മളെ കുളിക്കുന്ന ഉപയോഗിക്കുന്ന സോപ്പ് ചെറിയ ചെറിയ പീസായിട്ടുണ്ടാവില്ലേ, അതൊരു കുപ്പിയിലേക്ക് ഇട്ട് ബേക്കിംഗ് സോഡ ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുലുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിനും സ്റ്റാൻഡെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ഇട്ടാൽ ഒരു പാറ്റ, ഈച്ച, ഉറുമ്പ് ഒന്നും ഇട്ടുണ്ടാവുകയില്ല. നല്ലോണം ക്ലീനാകുകയും ചെയ്യും, നല്ലൊരു മണവും ഉണ്ടാവും. അങ്ങനെ ചെയ്ത് നോക്കിട്ടോ. സോപ്പ് എന്തായാലും കുട്ടികളുടെ വീട്ടിലിങ്ങനെ നുറുക്കി വെക്കുമല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ക്ലീൻ ചെയ്യലുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകാനുണ്ടായിരുന്നു. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്നേരം ഞാനിങ്ങനെ ടേബിൾ തുടക്കുമ്പം കണ്ടതാണ്. അച്ചാർ കാണിച്ചു തരാമെന്ന് വെച്ചത്. ഇത് ഞാനിടുന്ന അച്ചാർ കേട്ടോ. പിന്നെ ചോറ് വെച്ചു. അതും റേഷൻ അരിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പം പുഴുക്കും തോരനും കയ്പക്ക മുളകിട്ടതും എല്ലാം ആയി. ഇനി ഇതൊക്കെ തന്നെ കേട്ടോ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഉപകാരപ്രദമാകുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണേ.